DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 16 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമായി സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. വിവിധ ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ കുമിഞ്ഞുകൂടിയ ട്രാഫിക് പിഴകൾ പകുതി തുക നൽകി തീർപ്പാക്കാൻ 50% ഇളവിന് അവസരമൊരുങ്ങുകയാണ്. കാലങ്ങളായി അടക്കാതെ കിടക്കുന്ന പിഴത്തുകകൾ ഈടാക്കുന്നതിനും കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമായാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. AI ക്യാമറകൾ വഴിയും ട്രാഫിക് പോലീസിൻ്റെ നേരിട്ടുള്ള പരിശോധനകൾ വഴിയും ചുമത്തപ്പെട്ട പിഴകൾക്ക് ഈ ഇളവ് ബാധകമായിരിക്കും. അമിത വേഗത, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ലഭിച്ച ചലാനുകൾ പകുതി തുക അടച്ച് അവസാനിപ്പിക്കാം. എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ മാരകമായ അപകടങ്ങൾ വരുത്തുകയോ ചെയ്ത കേസുകൾക്ക് ഈ ഇളവ് ബാധകമായിരിക്കില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പവന് 360 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 1,16,720 രൂപയാണ്. ഗ്രാമിന് 45 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 14,590 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് സ്വർണ്ണവില ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സിറ്റി ഗ്യാസ് അഥവാ പൈപ്പ് ലൈനിലൂടെ പ്രകൃതിവാതക കണക്ഷൻ അഥവാ PNG കണക്ഷൻ ഉള്ളവർക്ക് ഇനി മുതൽ ഗാർഹിക LPG കണക്ഷൻ നിലനിർത്താനാകില്ല. ഇത് സംബന്ധിച്ച കേന്ദ്ര ചട്ടം ഭേദഗതി ചെയ്തു. പാചകവാതക പ്രതിസന്ധി നേരിടുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. കേരളത്തിലും സിറ്റി ഗ്യാസ് വഴി പൈപ്പ് ലൈനിലൂടെ ഒട്ടേറെ വീടുകളിൽ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. അതിൽ തന്നെ മിക്കവരും LPG സിലിണ്ടറുകളും നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ PNG കണക്ഷന് പുറമെ LPG കണക്ഷൻ ഉള്ളവർ ഉടനടി സറണ്ടർ ചെയ്യണം. ഇവർക്ക് LPG സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ ഭാവിയിൽ LPG കണക്ഷൻ എടുക്കാനോ കഴിയില്ല. സിറ്റി ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് കമ്പനികൾ LPG കണക്ഷനും സിലിണ്ടറും നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു മാർച്ച് 13-നായിരുന്നു വിതരണം ചെയ്തത്. നിലവിൽ ഒരു വിഭാഗം കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ഈ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഇത് കർഷകർക്കിടയിൽ ചെറിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത് കേവലം സാങ്കേതികപരമായ കാരണങ്ങൾ മാത്രമാണ്. DBT വഴി ഒരേ സമയം വലിയൊരു വിഭാഗം ആളുകളിലേക്ക് തുക അയക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളാണ് ഈ താമസം ഉണ്ടാക്കിയിരിക്കുന്നത്. തുക ലഭിക്കാത്ത കർഷകർ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും വരും ദിവസങ്ങളിൽ തന്നെ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, SBI, ICICI ബാങ്ക് തുടങ്ങിയ വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഈ സാങ്കേതിക പ്രശ്നം നേരിടുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതിനാൽ തന്നെ ബാങ്ക് അവധിയായിരുന്നു. അടുത്ത പ്രവൃത്തി ദിവസം മുതൽ, അതായത് ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൂടുതൽ വേഗത്തിൽ എത്തിത്തുടങ്ങുന്നതാണ്. നിലവിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും പലർക്കും പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.